വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് ഞാനുള്ളത് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലൊരു ബോട്ടിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടോ. നമ്മൾ കൊച്ചി ബിനാലെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സോ ആ ബോട്ടിങ്ങിൻ്റെ ഇടയിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബോട്ട് കയറിയാണ് പോകുന്നത് കേട്ടോ. ബോട്ട് കയറി പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മനോഹരമായ കാഴ്ചകളും കാണാം. വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് ഫോർട്ട് കൊച്ചി എത്തുകയും ചെയ്യാം. സോ അപ്പോൾ ബിനാലെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. സോ എന്തായാലും നമ്മുടെ ബോട്ടിൻ്റെ അകത്തിരുന്ന് പോകുമ്പോൾ പുറമേയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് കേട്ടോ. അമ്പരചുംബികളായ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ദുബായാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. സോ ഇപ്പോൾ കൊച്ചി ദുബായ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ടൂറിസത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ് കേട്ടോ കൊച്ചി. സോ എന്തായാലും നമ്മുടെ പോർട്ട് കണ്ടില്ലേ, അതാണ് നമ്മുടെ പോർട്ട് കേട്ടോ. ആ പോർട്ടിലാണ് എന്താ പറയുക, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് എല്ലാം നടക്കുന്നത് കേട്ടോ. സോ പുറമേ ഉള്ള കപ്പലുകൾ വരുന്നതും നമുക്ക് ഒരുപാട് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വരുന്നതും എല്ലാം ഇതാണ് കേട്ടോ. സോ എന്തായാലും കൊച്ചി ഒരു മനോഹരമായൊരു നഗരം തന്നെയാണ് കേട്ടോ. അവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു മനോഹരമായ കാഴ്ചകൾ, അവിടെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്, സ്പീഡ് ബോട്ടിൽ പോകുന്നവരുണ്ട്, വിനോദസഞ്ചാരത്തിന് വന്നവരുണ്ട്. സോ അപ്പോൾ നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തി കേട്ടോ. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ മട്ടാഞ്ചേരിയിലാണ് നമ്മുടെ ഈ പറഞ്ഞ ബിനാലെ നടക്കുന്നത് കേട്ടോ. ബിനാലയ്ക്ക് ഒരു 3-4 പ്ലേസുകളുണ്ട് കേട്ടോ ബിനാലെ നടക്കുന്നത്. സോ അപ്പോൾ നമുക്ക് അതിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ബോട്ടിൽ ഡ്രൈവറുമായിട്ട് ഒരു പെൺകുട്ടി കുശലം പറയുകയാണ്. അവർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, ഒരുപാട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നു. സോ അതൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം ദേവിക എന്നെ വിളിച്ചു കേട്ടോ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വിളിച്ചു കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബോട്ട് പോകുന്നു. ഇതെല്ലാം പ്രൈവറ്റ് ബോട്ടാണ് കേട്ടോ. നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ 2 hours 3 hours ഒക്കെ നമുക്ക് ഈ കൊച്ചി നഗരം ഫുള്ള് ഇങ്ങനെ ഈ ബോട്ടിലൂടെ സഞ്ചരിച്ച് കാണാൻ കേട്ടോ. ആ പോർട്ട് കണ്ടില്ല, അവിടെയാണ് നമ്മുടെ പോർട്ട് കണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോർട്ട്, കൊച്ചി പോർട്ടാണ്. സോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ ബിനാലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. സോ എന്തായാലും സൺഡേ ആണ്, ഒരു സൺഡേ മോർണിംഗ് ആണ്. സോ അധികം ആൾക്കാരില്ലെങ്കിലും കുറച്ചൊക്കെ ആൾക്കാരുണ്ട്, ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരും എല്ലാം ഉണ്ട്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ കൊച്ചിയുടെ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. സോ എന്തായാലും ബോട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. സോ ഇനി ഈ ജെട്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. സോ നടന്നിട്ടുള്ള കൊച്ചിയുടെ കാഴ്ചകളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. സോ ഇതാണ് ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടി കേട്ടോ. സോ ഇത് സംസ്ഥാനത്തിൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മുടെ സർക്കാരിൻ്റെ ആണ് കേട്ടോ. സോ എന്തായാലും നല്ല റീസണബിളായിട്ടുള്ള പ്രൈസായിരുന്നു, നല്ല തുച്ഛമായ പ്രൈസായിരുന്നു. സോ അതും കൊടുത്ത് നമ്മളിവിടെ ഇറങ്ങി. അപ്പോൾ നമുക്കിനി ബിനാലെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. സോ കുറച്ച് നടക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, നോർത്ത് നിന്നും സൗത്ത് നിന്നും പിന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. സോ ഇതേ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഇത് ഓൾഡ് കോർട്ട് ഹൗസ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്ത് മനോഹരമാണല്ലേ കൊച്ചി. കൊച്ചിയിലെ ഒരുപാട് ആർക്കിടെക്ചർ എല്ലാം യൂറോപ്യൻ സ്റ്റൈലിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വാസ്കോഡ ഗാമയൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു പഴയ ബ്രിട്ടീഷുകാരും എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കൊച്ചി എന്തായാലും മനോഹരമാണ്. ഒരു വെസ്റ്റേൺ കൾച്ചറിനെ, നമുക്ക് യൂറോപ്പിൽ പോയ ഒരു രീതിയെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് കൊച്ചിയിലെ പല പല സ്ഥലങ്ങളും കേട്ടോ. പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി, ഈ ഒരു സ്ഥലത്ത് നമുക്ക് വരണം കേട്ടോ. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുത്താലേ നമുക്ക് ഇതെല്ലാം വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്ലേസ് എല്ലാം വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെയാണ് ബിനാലെയൊക്കെ നടക്കുന്നത് കേട്ടോ. ഓരോ ഹൗസിലും നമുക്ക് ബിനാലെ നടക്കും കേട്ടോ. ഓരോ സെക്ഷനായിട്ടാണ്, ഒരു 10-15 സ്ഥലത്ത് ബിനാലെ നടക്കുന്നുണ്ട്. സോ ഇതൊരു ഹോട്ടലാണ് കേട്ടോ. സോ ഈ ഒരു ഹോട്ടൽ തന്നെ, അതിൻ്റെ അകത്ത് തന്നെ കണ്ടില്ലേ, അകമൂടി തന്നെ എന്താ രസമല്ലേ. സോ ഓരോ സ്ഥലത്തും ഓരോ ആർക്കിടെക്ചറിലാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അതും വെസ്റ്റേൺ കൾച്ചറിലാണ് ഈ കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. സോ ഇത് വേറൊരു ബിനാലെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. സോ ഇവിടെയൊക്കെ നമുക്ക് കയറണമെങ്കിൽ നമ്മൾ മെയിൻ ഗേറ്റിൽ പോയി അവിടുത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിക്കാം. ഒരുപാട് ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്കാരത്തെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഫിഷർമാൻ്റെ സംസ്കാരവും നല്ല കേരളീയമായ സംസ്കാരവും നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെയും ഒരുപാട് നമ്മൾ എന്താ പറയുക മത്സ്യങ്ങളുമായിട്ടും
മൃഗങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒരു അഗാധമായ ബന്ധവും നമ്മളിലുള്ള നാച്ചുറുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെല്ലാം ഇതിലിങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ എന്താ രസമല്ലേ, നന്നായിട്ടൊരു പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലാണ് ഓരോ പടങ്ങളും നമുക്ക് ജീവനുള്ള കണക്ക് തോന്നും കേട്ടോ. ഓരോ പടത്തിലും അതിൻ്റേതായ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ പൂർവികരെ കുറിച്ചും നമ്മുടെ നാടെങ്ങനെ വൈവിധ്യമായി മാറിയെന്നും അല്ലെങ്കിൽ ആ ഒരു വൈവിധ്യത്തെ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നെല്ലാത്തിനെയും കുറിച്ചൊരു ഹിസ്റ്ററി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. സോ എന്തായാലും ഫിഷർമാൻ, ബോട്ടുകൾ, പിന്നെ അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്റ്റുഡിയോയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു യൂറോപ്പിൽ പോയ ഒരു രീതി തന്നെയാണ് കേട്ടോ അവിടുത്തെ ഒരു കാര്യങ്ങളെല്ലാം. സോ എന്തായാലും നമുക്ക് ഈ നഗരത്തെ കാഴ്ചകളെല്ലാം ഒന്ന് ഓടി മറിഞ്ഞ് കാണാം. എന്തായാലും ആദ്യം നമ്മൾ ബിനാലയിലോട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൗതുകമായ കാഴ്ചകൾ തോന്നി. കൊച്ചിയുടെ ഹിസ്റ്ററിയാണെന്ന് തോന്നി എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് കപ്പലുകളും പിന്നെ ഈ പറഞ്ഞ ഫിഷ് നമ്മുടെ മത്സ്യങ്ങളെയും ഈ മത്സ്യബന്ധനത്തിനുള്ള കുറേ കാര്യങ്ങളും എല്ലാം ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും നേവിയുടെയും ഷിപ്പിൻ്റെയും എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതായത് കൊച്ചിയിലെ ഹിസ്റ്ററിയാണ് ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്ത് പോർട്രേ ചെയ്ത് വെച്ചേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവസാനം നടന്ന് നമ്മളിതാ ബിനാലയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ കൊച്ചി ബിനാലെ കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റായ ദേവിക, BFA സ്റ്റുഡൻ്റായ ദേവികയുടെ കലാവിരുതുകൾ പോലെ ബാക്കിയുള്ളവർ ചെയ്തിരിക്കുന്ന കുറേ കലാവിരുന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ഇവിടെ കയറണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. സോ അതിനിപ്പോൾ ദേവിക ഇപ്പോൾ BFA സ്റ്റുഡൻ്റ് ആണല്ലോ. സോ അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പാസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ടിക്കറ്റ് കിട്ടും. സോ അങ്ങനെ ദേവിക ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അധികം തിരക്കൊന്നുമില്ല, എന്നാലും ചെറിയ തിരക്കുണ്ടായിരുന്നു. സോ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്നു. സോ അതിനുശേഷം ഞാനവിടെ പുറത്തുനിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം നമുക്ക് ടിക്കറ്റ് കിട്ടി, നമ്മൾ അകത്ത് കയറി. സോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. സോ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്ത് നമ്മൾ ടിക്കറ്റ് കൺഫേം ആക്കിയിട്ടാണ് അകത്ത് കയറാൻ കേട്ടോ. സോ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി കേട്ടോ. മനോഹരമായ ഒരു കാഴ്ചകളാണ് കേട്ടോ ഇത്. നാച്ചുറിൻ്റെ ഒരു രീതികൾ കണ്ടില്ലേ, എന്തായാലും നമുക്കൊരു അപൂർവമായ ആർട്ട് പരമായിട്ടുള്ള ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ബിനാലയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അതിനെ പോയി ഒന്ന് കാണാം. ആദ്യം നമ്മൾ കണ്ടില്ലേ ഇതേപോലെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ എന്തൊക്കെയായിരിക്കാം കാണുന്നത്, ഒരു മനുഷ്യൻ്റെ ഫ്രീസറിൽ എന്തൊക്കെയായിരിക്കും, ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ വെക്കുമല്ലേ, വെജിറ്റബിൾസ് വെക്കും, ചിലപ്പോൾ നമ്മളെന്താ പറയുക മത്സ്യങ്ങൾ വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിക്കൻ, മട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കും. സോ അതൊക്കെ ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്ത് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതൊരു ഫിഷിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഓരോ ഫ്രിഡ്ജിലും ഓരോ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നതും നമ്മൾ ഓരോ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളും കൾച്ചറൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത് കേട്ടോ. എന്തായാലും മത്സ്യബന്ധനത്തിലുള്ള കുറേ എന്താ പറയുക മീനും അതൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ, ഞണ്ട് അങ്ങനെയൊക്കെ ഉള്ളത്. സോ അങ്ങനെ ഞാൻ ഓരോന്നിലും പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് നോക്കി കേട്ടോ. കാരണം നിങ്ങളെ കൂടുതൽ കാണിച്ചു തരണമല്ലോ. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇതിൽ നമ്മൾ കണ്ടില്ല, അതിലും എന്താ പറയുക വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെയാണ്, ചക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമുക്ക് ഓരോന്നും നമുക്ക് കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി. എന്തായാലും ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്കും അത് വരയ്ക്കുന്നവർക്കും അല്ലെങ്കിൽ അതിലുമായി ഗഹനമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ഉള്ളതാണ് കേട്ടോ അത് മെയിനായിട്ട്. പക്ഷെ നമുക്കും സാധാരണക്കാർക്കും കാണാം. അപ്പോൾ നമുക്കൊരു കൗതുകമായിരിക്കും, അവർക്കിതൊരു കൗതുകമായിരിക്കത്തില്ല. അവരിതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ കഴിവുള്ള ആൾക്കാർ ചെയ്യുന്ന, കലാകാരന്മാർ ചെയ്തു വയ്ക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ പോർട്രേ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. സോ ആ കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. സോ എന്തായാലും നിങ്ങളും കാണൂ ഈ കാഴ്ചകൾ. ഇതാണ് കൊച്ചി ബിനാലയിൽ അകത്തുള്ള കാഴ്ചകൾ കേട്ടോ. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോയി കവർ ചെയ്യാനുണ്ട്. എന്തായാലും ഈ ഒരു വ്ളോഗ് എന്തായാലും ഒരുപാട് നീളമുള്ള വ്ളോഗായിരിക്കും. സോ ഇത് കൾച്ചറലായിട്ടുള്ള സ്കൾപ്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും, അതായത് വരയ്ക്കുന്ന ഫോട്ടോസും, അതായത് മ്യൂറൽ പെയിൻറ്റ്സും അല്ലാതെ സ്കെച്ച് പെയിൻറ്റ്സും അതും ഇതും എല്ലാമാണ് അവിടെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ സ്കൾപ്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. വഴിയെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊരു സ്കൾപ്ചർ പോലെയാണ് കേട്ടോ. ഇതൊക്കെ കൈപ്പണി വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളല്ല.
സോ അങ്ങനെ എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദേവികയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വന്നത്. എന്തായാലും ദേവികയ്ക്ക് എന്താ പറയുക, കോളേജിൽ അവർ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ബിനാലയിൽ പോയി കാണണമെന്ന്. കാരണം അവർ ഈ ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, സ്കൾപ്ചേഴ്സും പടങ്ങളും മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പോർട്രേ ചെയ്ത് വെച്ചേക്കുന്നത്. സോ അത് അവർക്കും കുറച്ചുകൂടെ കണ്ട് പഠിക്കാനും അവർക്ക് അതിൽ ഗവേഷണം നടത്താനും എല്ലാം ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാം. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. സോ ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. സോ അങ്ങനെ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് മാറി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരിങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ദേവിക ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾ പോയി നിൽക്കൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വേറൊരു സെക്ഷനിലോട്ട് പോയി. ഇവിടെ ഒരുപാട് തിയേറ്റർ കണക്കത്തെ ഒരു സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെയെല്ലാം ഈ ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് ഒരു പ്രൊജക്റ്റിലിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അവിടെ പോയി നമുക്ക് ഇരിക്കാം, കുറച്ച് റിലാക്സ്ഡ് ആവാം. സോ എന്തായാലും ആ പ്ലേസിൽ പിന്നെയും തിരിച്ച് വന്നിട്ടുണ്ട്. സോ ദേവി എന്നെ കൊണ്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുപ്പിച്ചു. എന്തായാലും ഇതെല്ലാം കൈ കൊണ്ട് ഉണ്ടാക്കി വെച്ച, നമ്മൾ കലാപരമായിട്ട് ഉണ്ടാക്കി വെച്ച ഓരോ കലാവിരുദ്ധകളാണ് കേട്ടോ. സോ എന്തായാലും ആ ഒരു ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വരപ്പിൻ്റെ ഇതുകൾ കണ്ടുകൊണ്ട് നോക്കാം. അതായത് ഇത് വരപ്പ് പോലെ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോത്തിനും ഓരോ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതവർക്ക് ഈ വരയ്ക്കുന്നവർക്കും ഇതുണ്ടാക്കി വെക്കുന്നവർക്കേ അറിയത്തുള്ളൂ കേട്ടോ എന്തായാലും. സോ എന്തായാലും ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഓടി പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുമുണ്ട്. എന്താ പറയുക, എന്താ രസമല്ലേ, ഒരു വല്ലാത്തൊരു ഫീലല്ലേ അവിടെ പോകുമ്പോൾ. എനിക്കങ്ങനെ ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷേ ദേവികയുടെ കൂടെ കൂടിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊരു വേറെ ലോകമാണ്. ആ ലോകത്ത് ജീവിക്കുന്നവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്കും വേറൊരു തലത്തിൽ ചിന്തകൾ മാറാനും നമുക്കൊരു ലൈഫിനൊരു അർത്ഥം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് ഗഹനമായിട്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകൾ എന്ത് രസമല്ലേ. പക്ഷെ എന്തായാലും പഴയ കാര്യങ്ങളുമുണ്ട്, കുറേ സ്കൾപ്ചേഴ്സും പഴയ ആൾക്കാർ ഉപയോഗിച്ച കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും എല്ലാം അവർ ഡിപ്പിക്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ പഴമയിലോട്ടുള്ള തിരിച്ചും പൊക്കം ആണല്ലോ ഇത്. കാരണം നമ്മുടെ ഈ ഒരു യുഗം എന്ന് പറയുന്നത് പുതിയ മൊബൈൽ യുഗമാണല്ലോ, സ്മാർട്ട് ഫോണിൻ്റെ യുഗമാണല്ലോ. സ്മാർട്ട് ഫോൺ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ നമുക്ക് ഇതിലോട്ട് ഇറങ്ങിച്ചെല്ല, ഈ നാച്ചുറലിലോട്ടും നമ്മുടെ പഴയ കാര്യങ്ങളും ഈ പഴയ പുരാതനമായ ആൾക്കാർ ഉപയോഗിച്ച കാര്യങ്ങളും എല്ലാം നമുക്ക് കണ്ട് പഴമയിലോട്ട് നമുക്കൊന്ന് പോവാം. എപ്പോഴും നമ്മൾ ഈ മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ അപ്പോൾ ഒരു ചേഞ്ചിനൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനത്തുള്ള പ്ലേസുകൾ വിസിറ്റ് ചെയ്യുക, അവിടുത്തെ കാഴ്ചകൾ കാണുക, അതെങ്ങനെയാണ് പ്രാചീന മനുഷ്യർ ജീവിച്ചിരുന്നതും ഇനി നമുക്ക് അങ്ങോട്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം അവരോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഒരുപാട് കലാകാരന്മാർ വരച്ച പിക്ചേഴ്സും കുറേ സ്കൾപ്ചേഴ്സും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നമുക്ക് ഒരു ബഹുമാനമൊക്കെ തോന്നും അവരുടെ അടുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുക, ഇതൊക്കെ ഒരു ടാസ്ക് അല്ലേ. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കുറച്ച് ഗഹനമായിട്ട് വരച്ച് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്രയും കഴിവുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതൊക്കെ നമ്മൾ പോയി വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മാറി നമ്മൾ ഒരു പുതിയ ചിന്തകളിലോട്ടും പഴയ ചിന്തകളിലോട്ടൊക്കെ ഒന്ന് പോയി നമ്മൾ ലൈഫിൻ്റെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നത് വല്ലപ്പോഴും നല്ലതാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഒരു പ്രൊജക്ടറാണ് കേട്ടോ. അവിടെ 3 സൈഡിൽ പ്രൊജക്ഷൻ ഉണ്ട് കേട്ടോ. സോ അങ്ങനെ ആ ഓരോ പ്രൊജക്ടറിലും ഓരോ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം നാച്ചറിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യവും യോഗ അല്ലെങ്കിൽ കുറേ പ്ലേസസ്, ഒരു ആർക്കിയോളജിക്കലായിട്ടുള്ള പ്ലേസസും കാര്യങ്ങളും. അത് നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കുന്ന, ഒരു മൈൻഡിന് കുറച്ചുകൂടെ ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് ഇതിൽ ഡിപ്പിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഒരുപാട് വിദേശികളെ ഞാനവിടെ കണ്ടു. അവരോട് ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും. ഇന്ത്യ എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ഉള്ള ഒരുപാട് കാര്യങ്ങളും അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് കാണാൻ വേണ്ടിയാണല്ലോ വിദേശത്തു നിന്ന് ആൾക്കാരെല്ലാം വരുന്നത്. സോ ഇന്ത്യ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചർ എങ്ങനെയാണ്, ഒരുപാട് കൾച്ചറെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ലോകമാണ് ഇന്ത്യ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സോ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിദേശികളും വരുന്നത്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ പഴമയിലോട്ട് നമുക്കും ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ എന്താ പറയുക, ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്തല്ലേ ജീവിക്കുന്നത്. സോ എന്തായാലും ആ ഒരു തലത്തിൽ നിന്ന് മാറി നമുക്ക് പഴമയിലോട്ട് പോയി കുറേ കാര്യങ്ങളൊക്കെ കണ്ട്
നമുക്കും കുറച്ചൊന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടോട്ട് വന്നത്. എന്തായാലും കാഴ്ചകളെല്ലാം കൊള്ളാം. ഈ കാഴ്ചകളെല്ലാം എന്നെ ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുപോയി. എൻ്റെ ഒരു 90s കിഡ്സിൻ്റെ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ആ ഒരു 90s കാലഘട്ടത്തിലോട്ട് ഞാൻ പോയി. ഓരോ കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും എല്ലാവരും മനസ്സിലൊരു ചെറിയൊരു സന്തോഷവും പിന്നെന്താ പറയുക, ഒരു അലസമായ ഒരു ദിവസമാണ് സൺഡേ എങ്കിലും നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ യാത്ര നല്ല സുഖം തരണം, നമുക്ക് മനസ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ള ഒരു ഇതാണല്ലോ. സോ നമുക്ക് യൂഷ്വലി സൺഡേസ് എന്ന് പറയുന്നത് നമുക്കൊരു ദിവസം കിട്ടുമ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാനോ അല്ലേ പറ്റുള്ളൂ. സോ ഇതിപ്പോൾ നമുക്ക് അവധിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയി ഇതെല്ലാം കാണുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യാനും അതിൻ്റെ കൂടെ നമുക്ക് മുന്നോട്ട് നല്ലൊരു ചിന്തകളും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഇത് കൊണ്ടാണ് ഞാനും ഇങ്ങനെയുള്ള കാഴ്ചകളിലോട്ടും ഇറങ്ങി ചെല്ലാമെന്ന് വിചാരിച്ചത് കേട്ടോ. എന്തായാലും ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പഴമയിലൂടെ ഞാനിങ്ങനെ ഊർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തി കേട്ടോ. അത് നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ. സോ ഈ ബിനാലെയിൽ നിന്ന് കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ ഈ ബിനാലെയിൽ നിന്ന് പണ്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. സോ ഇപ്പോൾ ദേവികയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് അങ്ങനെ ഞാനും അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. സോ അപ്പോൾ ചെന്നപ്പോൾ കുറച്ചൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി, ഒന്ന് എന്താ പറയുക, ഒരു രസമായിട്ടൊക്കെ തോന്നി കേട്ടോ. സോ എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ കാണാൻ. സോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നല്ലതാണ്. നമ്മുടെ പുതിയ ചിന്തകൾക്ക് ഒരു ഉണർവ് തരാനും അല്ലെങ്കിൽ പഴയ കാഴ്ചകളിലൂടെ പഴമയിലൂടെ സഞ്ചരിച്ച് അതിലൂടെ നമ്മൾ എന്താ പറയുക, പുതിയ തലമുറയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ പുതിയ രീതികൾക്ക് വേണ്ടിയും നമുക്ക് മുന്നേറാനുള്ളൊരു ഉണർവ് കിട്ടുമെന്നുള്ളൊരു മാനസികമായിട്ടുള്ളൊരു രീതിയും എല്ലാം നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണല്ലോ. സോ എന്തായാലും അങ്ങനെ നടന്ന് കുറച്ച് നീങ്ങി ഇതിപ്പോൾ ഒരു ഓലക്കെട്ട് കണക്കത്തൊരു സ്ഥലം കണ്ടു കേട്ടോ. സോ അവിടെ കുറച്ച് രസമുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് ചൂടിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു 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 കൂളായിട്ട് നമുക്ക് അതിൻ്റെ തിരിക്കാൻ പറ്റും. ഒരു ഓലപ്പുരയുടെ അകത്തൊക്കെ പണ്ടൊക്കെ നമ്മൾ കൊച്ചിലെ 90s കിഡ്സായ ഞാൻ ഒരുപാട് ഓലപ്പുരയിലൊക്കെ പോയതും അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ ആയിരുന്നു കേട്ടോ. സോ ആ ഒരു തലത്തിലോട്ട് ഞാൻ എത്തി കേട്ടോ. സോ അതെല്ലാം നല്ല രസമാണ് കേട്ടോ. ഓലപ്പുരയിൽ മേഞ്ഞതും പിന്നെ ഈ പറഞ്ഞ കമുകലും കൊണ്ട് ഉണ്ടാക്കി വെച്ച ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കൊച്ചിയുടെ ഭാഗവും കാണാം കേട്ടോ. സോ കൊച്ചി എപ്പോഴും ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അവിടെ വാട്ടർ മെട്രോ കണ്ടില്ലേ, അത് ഓടുന്നുണ്ട്. പിന്നെ അല്ലാത്ത ബോട്ട് നങ്കൂരം വിട്ട് പോകുന്നുണ്ട്, സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്, അല്ലാതെ നോർമൽ ബോട്ട് പോകുന്നുണ്ട്, നമ്മുടെ സർക്കാരിൻ്റെ ബോട്ട് പോകുന്നുണ്ട്. സോ ഇതെല്ലാം ഈ ഒരു കാഴ്ചകളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ വർണ്ണങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് എന്തായാലും കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാം. അവിടെ അത്രയും മണ്ണ് കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കഫറ്റീരിയ കണ്ടു കേട്ടോ. അങ്ങനെ ദേവികയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ പിന്നെ അങ്ങനെ ചായ കുടിക്കാറില്ല. പിന്നെ ദേവിക അങ്ങനെ വാങ്ങിച്ചൊരു വടയും ഒരു വാഴയ്ക്കപ്പവും വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനധികം ചായയൊന്നും കുടിക്കാറില്ല. സോ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നപ്പോൾ ഒരു സുഖം കേട്ടോ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ആ ഒരു പഴമയിലോട്ട് എന്തായാലും പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അകത്ത് നല്ല പുറത്ത് നല്ല ചൂടുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇരുന്നപ്പോൾ കുറച്ചൊരു തണുത്ത ഫീലുണ്ടായി കേട്ടോ. അത് ഒരു പഴമയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ. നമ്മൾ പുതുമ തേടി പോകുമ്പോഴും നമുക്ക് പഴമയിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കുന്നത് നല്ലതാണ്. സോ എന്തായാലും ഒരു വട കിട്ടി, ഒരു ഉഴുന്ന് വടയാണ്. സോ അത് ഞാനൊരു ചമ്മന്തി കൂടെ കിട്ടി, അതിൽ മുക്കി അടിച്ചു. എന്തായാലും ഞാനങ്ങനെ അധികം ഈ പറഞ്ഞ എണ്ണ ഐറ്റംസ് കഴിക്കാറില്ല. പ്രത്യേകിച്ചും പുറത്തുനിന്ന് ഉള്ള എണ്ണ വെച്ച ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. കാരണം ഏത് എണ്ണ വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും അത് കൊള്ളാമായിരുന്നു. എന്തായാലും ടേസ്റ്റി ആയിരുന്നു. ഭയങ്കര വലുതൊന്നും ഒരു വലിയ രീതിയിലുള്ള ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ഒരു വട വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ അതും കഴിച്ച് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കൊച്ചിയുടെ കാഴ്ചയും ഇതാണല്ലോ മെയിൻ. കൊച്ചി എന്ന് പറയുന്നത് കപ്പലുകളും വാട്ടർ മെട്രോയും പിന്നെ ഈ പറഞ്ഞ വെള്ളവും ഇതെല്ലാം കാണുമ്പോൾ എന്താ പറയുക, കൊച്ചി നഗരം ഇതൊക്കെയാണല്ലോ കൊച്ചി നഗരം. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളും കണ്ട് കപ്പലിൻ്റെ നങ്കൂരമിട്ടുള്ള പൂക്കം കണ്ട് ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക, വടയും കഴിച്ചിട്ട് ഇരുന്നു കേട്ടോ. കുറച്ച് നേരം വിശ്രമിച്ചു, കുറച്ച് നടന്നതിൻ്റെ നല്ല ചൂടാണ് കേട്ടോ. സോ പിന്നെ സൺസ്ക്രീമൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അത്രയും നമ്മുടെ ചൂടിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇതേപോലുള്ള യാത്രകൾ, ഇതേപോലുള്ള തണുത്ത സ്ഥലങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമ തരുമെന്ന് വിശ്വസിച്ച് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. എന്തായാലും ഇനിയും കുറേ കാഴ്ചകൾ കണ്ടു തീർക്കാനുണ്ട്. അങ്ങനെ ദേവി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ മറ്റുള്ള കാഴ്ചകളും കണ്ട് തീർത്തണം. കാരണം ഇനി 2-3 ഇതേപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇനിയും വിസിറ്റ് ചെയ്യാനുണ്ട്. സോ അപ്പോൾ എന്തായാലും ഓരോ സ്ഥലത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം. എന്തായാലും ഇതൊരു പ്രത്യേകതരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പഴമയിലുള്ള രീതിയിൽ അവിടെ ഒരു
എന്താ പറയുക, ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം കുറച്ച് അകത്തോട്ട് കയറി കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ബിൽഡിങ്ങിലോട്ട് നമ്മൾ കയറി കേട്ടോ. അതെല്ലാം ഒരു വെസ്റ്റേൺ രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത് കണ്ടില്ല, ഇതൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ലെയറൊന്നും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലവും പഴയ സിനിമകളും എല്ലാം ഓർമ്മ വരും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലകൾ, കുന്നുകൾ, പഴയ കാലങ്ങൾ, വീടുകൾ, ഇതെല്ലാം തോടുകൾ, പിന്നെ കൊച്ചിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെയാണ് ഇതിലൂടെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ അത് പുതിയൊരു നമ്മൾ ഒരു നഗരത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഈ ബിനാലെ പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ മതി കേട്ടോ. സോ അവിടെ കറക്റ്റായിട്ട് അവർ എല്ലാ കാര്യങ്ങളും പോർട്രേ ചെയ്ത് വെച്ചിട്ട് ഉണ്ടാവും കേട്ടോ. സോ ആ നഗരത്തിൻ്റെ, കൊച്ചി നഗരത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. സോ ഇതൊരു സ്ക്രീനാണ് കേട്ടോ. ഈ സ്ക്രീനിൻ്റെ ഒരു ഷേപ്പ് കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ പഴയ നമ്മളെന്താ ഒരു കയറൊക്കെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണിക്കുന്ന കേട്ടോ. സോ ചെറിയ പിക്ചറുകളും പിന്നെ പഴയ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അവിടെ കുറച്ച് വോളണ്ടിയേഴ്സൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. സോ അവർ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഡീറ്റെയിൽ ഇതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനൊന്നും നമുക്കിതെല്ലാം കണ്ടു തീർക്കണമല്ലോ. സോ അപ്പോൾ നമുക്കതും കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഓരോ റൂമായിട്ട് മാറി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വേറെ റൂമിൽ ചെന്നപ്പോൾ അതിലുള്ള ഒരു എന്താ പറയുക, കുറച്ച് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറമേയുള്ള പെയിൻറ്റിങ്സും അല്ലാത്ത പ്രാചീന മനുഷ്യരുടെ ജീവിതവും അതും ഇതുമൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ ആ പെയിൻറ്റിങ്ങുകളെല്ലാം കണ്ടിങ്ങനെ ഞാൻ ഓരോ റൂമിലും ഓരോ ക്രിയേറ്റീവായിട്ടുള്ളൊരു ഐറ്റംസാണ് കേട്ടോ. ഇതൊരു വലിയ മാറ്റ് കണക്കാണ് കേട്ടോ. സോ ഇതിപ്പോൾ നമ്മൾ കട്ടിലിൽ വിരിക്കുന്ന ഒരു തുണികളെ പോലെയാണ് അവർ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള വനിതകളുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു ഇതിൽ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ വെസ്റ്റേൺ കൾച്ചറും എല്ലാം കൂടെ കൂട്ടിച്ചേർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിക്ക്. ഇപ്പോഴും ആ ഒരു തലത്തിലാണ് അവർ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വിദേശികളിവിടെ വന്ന് പോയിട്ടുണ്ടല്ലോ പണ്ട്. സോ അതാണ് നമ്മുടെ പോർട്ട് കേട്ടോ. നമ്മുടെ കൊച്ചി പോർട്ട് അതാണ് കേട്ടോ. സോ അപ്പോൾ ആ പോർട്ടും കാണാം. ആ കൊച്ചിയുടെ മനോഹരമായ കാഴ്ചകളും എല്ലാം ഇതിൽ കാണാം കേട്ടോ. സോ എന്തായാലും ഇതൊരു വലിയ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. സോ ഒരുപാട് ബോട്ടുകളും അല്ലാതെ കുറേ എന്താ പറയുക, ഫിഷ് എടുക്കാനൊക്കെ പോകുന്ന, മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരും ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. സോ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, അതിനകത്ത് കാറൊക്കെ വെച്ചുകൊണ്ട് പോകാം കേട്ടോ. സോ അങ്ങനെ കാറൊക്കെ ഒരു സ്ഥലത്തു നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അടുത്തൊരു സ്ഥലത്തോട്ട് അതൊക്കെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നി കേട്ടോ. ഇതൊന്നും നമ്മുടെ തിരുവനന്തപുരത്ത് ഇതൊന്നും അധികം ഇല്ല കേട്ടോ. സോ അപ്പോൾ എന്തായാലും കൊച്ചിയിൽ പോയിട്ട് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നാലെ നടക്കുന്നതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ കാഴ്ചകളെല്ലാം കാണുന്നത് കേട്ടോ. സോ അപ്പോൾ വലിയൊരു ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നങ്കൂരമിട്ടും പോകുന്നുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഷിപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷനും അല്ലാതെയൊക്കെ ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സോ എന്തായാലും ഈ എല്ലാ കാഴ്ചയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. കാരണം എന്ത് രസമല്ലേ ആ ഒരു എന്താ പറയുക, അതിൻ്റെ അങ്ങറ്റത്തെ ഒരു പാലം കൊണ്ട്, ആ പാലത്തിലൂടെ വണ്ടികൾ പോകുന്നത്, ഇവിടെ വലിയൊരു ഷിപ്പ് നങ്കൂരമിടുന്നു. പിന്നെ അപ്പുറത്ത് വേറെ കുറച്ച് ബോട്ടുകൾ നങ്കൂരമിടുന്നു. പിന്നെ സ്പീഡ് ബോട്ടുകൾ, പിന്നെ എല്ലാം എന്താ കാഴ്ചയല്ലേ, നല്ലൊരു കാഴ്ച. അപ്പോൾ അകത്തുള്ള കാഴ്ചകൾ കുറേയൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ താഴോട്ട് ഇറങ്ങി കേട്ടോ. സോ ഇനിയും കുറേ കാഴ്ചകൾ കണ്ടു തീർക്കാനുണ്ട്. സോ അപ്പോൾ എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൊച്ചി പിന്നാലയിൽ നടക്കുന്നതും അവിടെ ഉണ്ടാകുന്ന സാധനങ്ങളും എല്ലാം ഞാൻ നിങ്ങളിൽ എത്തിക്കുകയാണ് കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ പോകാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോകട്ടോ. ഇതിപ്പോൾ ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയാൽ മതി. ഫോർട്ട് കൊച്ചിയിലോട്ട് ബോട്ടുണ്ട്. സോ ആ ബോട്ടിൽ കയറി പോവുക. പിന്നെ അവിടെ നിന്ന് ഒരു 5-10 മിനിറ്റ് നടക്കുമ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. സോ ഇതൊരു കുറച്ച് നാൾ നമ്മുടെ ഹിസ്റ്ററിയെക്കുറിച്ചും അല്ലാതെ കുറേ കലാകാരന്മാരുടെ ഈ ഒരു കാഴ്ച മനസ്സിലാക്കരുത്, പഴയ ഹിസ്റ്ററിയെക്കുറിച്ച് പോർട്രേ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളും കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവുമല്ലോ. ഈ ഒരു പുതിയ കാലത്തിൽ ഈ ഒരു പഴയ കാര്യങ്ങളിലൂടെ ഒരു കണ്ണുനോട്ട് പോകുന്നത് നല്ലതാണല്ലോ. സോ എന്തായാലും ഈ ഒരു എല്ലാ കാഴ്ചയും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്താണ് കേട്ടോ കാണുന്നത്. കാരണം ഇതൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് അതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. സോ ഒരു എഫേർട്ടും നമ്മൾ എന്താ പറയുക വെറുതെ കാണരുത്. അതിനെല്ലാത്തിനും നമ്മുടേതായ ഒരു റെസ്പെക്റ്റ് നമ്മളെപ്പോഴും കൊടുക്കുക. സോ എന്തായാലും ഇതൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തോന്നുന്നു. കാരണം ദേവിക്ക് ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ
അവരുടെ പെയിൻറ്റിങ്ങൊക്കെ കാണുമ്പോൾ ദേവികയ്ക്ക് ഒരു മനസ്സിനൊരു ഇതാവും. പിന്നെ പുള്ളിക്കാരി അവരുടേതായ പഠിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻവോൾവ് ചെയ്ത് വരുന്നതാണ്. സോ എന്തായാലും അങ്ങനെ ഈ കുറേ കാഴ്ചകളും കണ്ട് ഇത് കുറച്ച് എന്താ പറയുക, ഒരു വീടിനകത്ത് വയ്ക്കുന്ന കുറച്ച് സ്കൾപ്ചർ പോലെയുള്ള കുറേ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. സോ അപ്പോൾ അതെല്ലാം കണ്ടു. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര തള്ളൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് ആൾക്കാരുണ്ട് ഇതൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനും എല്ലാം. ഓരോ റൂമിലും ഓരോ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. സോ എനിക്കിതിൻ്റെ കോർഡിനേറ്റേഴ്സ് തന്നെ ഒരുപാട് അഭിനന്ദിക്കാൻ തോന്നുന്നു കേട്ടോ. സോ അവർ ഓരോ മുറിയിലോട്ട് പോകുമ്പോഴും അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് തന്നെ അതിന് തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. സോ ആ ഭംഗി ഒട്ടും ചോർന്ന് പോകാതെ ഇതിനൊരു നല്ലൊരു രീതിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച സംഘാടകർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ് കേട്ടോ. സോ എനിക്കൊരു ഒരുപാട് ഇഷ്ടമായി ഓരോ കാര്യങ്ങൾ. ഇത് വെള്ളം പോകുന്ന കണക്കത്തെ ഓരോ ഐറ്റംസാണ് കേട്ടോ. സോ അത് പണ്ടത്തെ കുടങ്ങളൊക്കെ ഓർമ്മയില്ലേ? സോ അതിലൂടെ വെള്ളം പോകുന്നതും ആൾക്കാരെങ്ങനെ അത് പണ്ട് യൂസ് ചെയ്തിരുന്നൊക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു തിയേറ്റർ കണക്കത്തെ ഒരു സ്ഥലത്തോട്ട് കയറി കേട്ടോ. സോ അവിടെ ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരോട് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളും അല്ലാതെ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിലും കാണിക്കുന്നത് കേട്ടോ. സോ ഇതൊരു 3 പ്രൊജക്ടർ വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. സോ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെ പോലുള്ളവർ ജസ്റ്റ് വരുന്നു, കാണുന്നു, അതെന്താണെന്ന് അറിയുന്നു, അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നു. കാരണം നമുക്ക് വേറെയും കാഴ്ചകളുണ്ടല്ലോ കണ്ടു തീർക്കാൻ. സോ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ അവിടെ നേരം കുറച്ചൊരു 2 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ എന്താ പറയുക, അധികം ആൾക്കാരില്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണല്ലോ നമ്മളെ പോലെ വരുന്നത്. സോ എന്തായാലും കുറേ ഫോട്ടോ ചെയ്തവിടെ വെച്ചിട്ടുണ്ട്. സോ അതും കണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉണർവാണ്. നമ്മുടെ ഒരു അവധി ദിവസം നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോയപ്പോൾ നമുക്ക് കുറച്ച് നല്ല മനോഹരമായ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമ്മൾ പഴമയിലോട്ടും പോകുന്നു. നമ്മുടെ ചിന്തകൾക്കെല്ലാം ഒരു ഉണർവ് തരുന്നൊരു രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു സെറ്റോടെ വെച്ചേക്കണം കേട്ടോ. സോ അപ്പോൾ അതും കണ്ട് ഞാൻ ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഓരോ റൂമിലും ഓരോ രീതിയിലെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ എല്ലാം ഞാൻ ക്യാമറയും കൊണ്ട് നടന്ന് ആണ് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ട് ഒരേ സമയം എനിക്ക് ക്യാമറയിലൂടെ നോക്കണം ഇത് എടുക്കുന്ന രീതികളെല്ലാം കറക്റ്റാണോ, അതും പിന്നെ എൻ്റെ കാഴ്ചയ്ക്കും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. പിന്നെ ക്യാമറയിലൂടെ മാത്രമല്ല ഞാൻ കാണുന്നത്, എൻ്റെ കാഴ്ചയിലൂടെ എനിക്കിത് കാണാം, എന്നാലേ എനിക്കിത് ആസ്വദിക്കാനും പറ്റൂ. പിന്നെ ഇത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിടെ മുന്നിൽ എത്തിക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും കുറച്ച് ഇത് ആസ്വാദനപരമായിട്ട് വരണമെന്നുള്ളൊരിത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് അകത്തുള്ള കാഴ്ചയും പുറമേയുള്ള കാഴ്ചയും എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഇതേപോലുള്ള കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പോവുക. കൊച്ചി ബിനാലെ അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് പോവാം, ടിക്കറ്റ് എടുക്കാം, കാണാം. പല രീതിയിലുള്ള ടിക്കറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഒരു ദിവസത്തേക്കുള്ളതുണ്ട്. ഒരു ദിവസം ഒറ്റ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ കിട്ടും. അത് നമുക്ക് എവിടെ വേണോ പോകാം, എവിടെ വേണോ എൻട്രി ചെയ്യാം. ഒരു ആഴ്ചത്തെ ടിക്കറ്റ് എടുക്കാം, ഒരു മാസത്തെ ടിക്കറ്റ് എടുക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ. സോ എന്തായാലും നമ്മളിന്ന് മാത്രമേ ഈ കാഴ്ചകളൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. സോ അങ്ങനെ അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഞാനിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇത് ഓടൊക്കെ ഇട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. സോ ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഓരോരു ക്രിയേറ്റിവിറ്റി കാണാൻ കേട്ടോ. എല്ലാത്തിനും നമ്മുടെ ഇപ്പോൾ ഇതൊരു ചെറിയ ബിൽഡിങ്ങാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങളും എന്തൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. സോ ഇതൊരു പ്ലേസാണ് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. സോ അങ്ങനെ ഞാൻ ഒരുപാട് ഐറ്റംസ് കണ്ടു കേട്ടോ. ഇടാൻ ഡ്രസ്സുണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് വീട്ടിൽ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ. സോ ദേവികേൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പോയി ഓരോന്ന് എത്രയൊക്കെയാണ് പ്രൈസ് ഒന്ന് നോക്കാം കേട്ടോ. ദൈവമേ, വില കണ്ടപ്പോൾ ഞെട്ടി കേട്ടോ. ഒരു രക്ഷയും അതൊക്കെ ഒരു മാല രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. സോ അതിപ്പോൾ ദേവികയായിട്ട് കാണിച്ചു തരും എങ്ങനെയാണ് ഇതൊക്കെ ഇടുന്നതെന്നൊക്കെ. കണ്ടില്ലേ, ഇതിനൊക്കെ ഒരുപാട് വിലയാണ് കേട്ടോ. നമ്മൾക്ക് ഞെട്ടണ്ട. 3000, 4000, 5000 രൂപയ്ക്കാണ് കേട്ടോ ഒരു ചാർജ് ചെയ്യുന്നത്. സോ ഇത് അത്രയും ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് അത്രയും ക്രിയേറ്റീവ്നെസ്സിന് എന്തായാലും അവരുടെ ഒരു പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ഒരുപാട് സമയവും എടുക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രൈസ്
വരുന്നത് കേട്ടോ. കാണുന്ന ഒരുപാട് വിദേശികളൊക്കെ ഇതൊക്കെ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ നമ്മളെ പോലുള്ള ആൾക്കാരെ ഇതൊക്കെ വാങ്ങിക്കും. സോ എന്തായാലും 2500, 3000, 3500, 4000, 4500 അങ്ങനെയുള്ള ഒരുപാട് പ്രൈസസാണ് കേട്ടോ ഇതിന് ഓരോന്നിനും അവർ ചാർജ് ചെയ്യുന്നത്. സോ അതിൻ്റെ അത്രയും ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരുപാട് കലാകാരന്മാർ ചെയ്ത ഇത് വെച്ചിരിക്കുന്ന അവരുടെ ഒരുപാട് കഴിവുകളാണ് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബഹുമാനവും നമുക്കൊരു ലൈഫിൽ എല്ലാവരുടെ അടുത്തും ഒരു ഇഷ്ടമെല്ലാം തോന്നും കേട്ടോ. സോ എന്തായാലും ഇതൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഓർണമെൻറ്റ്സും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ല, അതിന് നല്ല ഓവർ പ്രൈസ്ഡാണ് കേട്ടോ. 4000, 3500, 5000 ഒക്കെയാണ് കേട്ടോ പ്രൈസ്. സോ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു വന്നത്. സോ അപ്പോൾ ആ കടന്നു വന്ന കാഴ്ചകൾ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരുന്ന രീതിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പണ്ടത്തെ ഒരു 10-15 വർഷം മുമ്പത്തെ കാര്യങ്ങൾ കാണുന്ന കണക്ക് തോന്നി കേട്ടോ. സോ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ അവർ വരച്ച് വെച്ചേക്കുന്നതും സ്കൾപ്ചറുകളും പിന്നെ കുറേ മാലകളും ഡ്രസ്സുകളും അങ്ങനെ കുറേ ഐറ്റംസ് ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഇതിൻ്റെ കാഴ്ചകളെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ കോരുവയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. കഞ്ഞി കുടിക്കാനൊക്കെ വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. സോ അതുവരെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നല്ല പ്രൈസുമാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ടും ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും ഈ ഉള്ള ഒരു കാഴ്ച പിന്നെ അവരുടെ ഇരിക്കുന്ന ആൾക്കാരിലാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ദേവിക ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുമുണ്ട്. സോ ഓരോന്നിൻ്റെ പ്രൈസ് ഇങ്ങനെ നോക്കുന്നു. അതിനൊരുപാട് വലിയ എമൗണ്ടും ആണ്. എന്ത് ചെയ്യാനല്ലേ, അത്രയും വർക്കുണ്ട് കേട്ടോ. ഒരുപാട് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസാണ് കേട്ടോ. അത്രയും ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്കില്ലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് അത്രയും ഓവർ പ്രൈസായിട്ട് വരുന്നത് കേട്ടോ. സോ എന്തായാലും ഈ കാഴ്ചകളെല്ലാം നന്നായിരുന്നു കേട്ടോ. സോ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ എന്താ പറയുക പുതിയ പുതിയ കാഴ്ചകളാണ് കേട്ടോ. ആ കാഴ്ചകൾ നമ്മളെ തന്നെ ഹരം പിടിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സാധനവും എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ബിനാലയിലെ ഈ ഒരു ഷോപ്പിൻ്റെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി ഇവിടുത്തെ ബിനാലയും അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ടിക്കറ്റും എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത പ്ലേസിലോട്ട് ഇതേപോലെയുള്ള ഒരു പ്ലേസിലോട്ട് പോകുക എന്നതേ ഉള്ളൂ കേട്ടോ. സോ ഇതാണ് ജനങ്ങളുടെ ബിനാലെ ഫോർ ദ ടൈം ബീയിങ് പാർട്ടിസിപ്പേറ്റിംഗ് ആർട്ടിസ്റ്റ് കൊച്ചി ബിനാലെ 2026 ആണ് കേട്ടോ. സോ എന്തായാലും ഈ ഒരു സെക്ഷൻ നമ്മൾ ഫുള്ള് കണ്ട് തീർത്തിരിക്കുകയാണ്. സോ ഇത് ഒരുപാട് സമയമെടുത്താണ് നമ്മൾ കണ്ടത് കേട്ടോ. സോ എന്തായാലും അത് പുറത്തായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും ആ ഒരു നാച്ചുറലിൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ രസമായിരുന്നു കേട്ടോ. സോ ഇത്രയും സ്ഥലത്താണ് നടക്കുന്നത് കേട്ടോ. സോ ഈ ഒരു പ്ലേസസിലെല്ലാം നടക്കുന്നുണ്ട്. അവരുടെ മാപ്പും കാര്യങ്ങളും എല്ലാം ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതെല്ലാം ഫോട്ടോ ചെയ്യലാണ് നടക്കുന്നത് കേട്ടോ ഒരു വിധം. സോ ഇതാണ് അപ്പോൾ നമ്മൾ നടക്കുന്നത് ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഏരിയയിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. സോ അങ്ങനെ പുതിയ പുതിയ കാഴ്ചകളിലൂടെ നമ്മൾ കണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ ആർക്കിടെക്ചറും അതിൻ്റേതായ രീതികളും അതിൻ്റെ ക്രിയേറ്റീവ് മൈൻഡും എല്ലാം രസമല്ലേ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് കലാവിരുദ്ധമുള്ള ആൾക്കാർ ചെയ്തെടുത്തതാണ് കേട്ടോ. സോ അത് കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട് കേട്ടോ. എന്തായാലും കണ്ടില്ലേ, ഇത് ഓരോ ഫോട്ടോ അല്ല കേട്ടോ, ഇതെല്ലാം വരച്ചെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഓരോ കലാകാരന്മാരെ നമ്മൾ സമ്മതിക്കണമല്ലേ, എന്തൊക്കെ കലാവിധാണ് അവരുടെ മുന്നിലുള്ളതല്ലേ. സോ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി എന്താ പറയുക, അത് ഇതിലൂടെ ഇങ്ങനെ ഇണങ്ങി ചേർന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. സോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ. എന്തായാലും നമുക്കൊരു അവധിയൊക്കെ കിട്ടുമ്പോൾ പോയി കാണാൻ പറ്റുന്ന, വിസിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കൊച്ചി ബിനാലെ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങളവിടെ പോവുക, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. അത് തന്നെയാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്, അതാണല്ലോ. ഒറ്റ ലൈഫേ ഉള്ളൂ, അത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, അതിനുവേണ്ടി യാത്രകൾ ചെയ്യുക, നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യിക്കുക. മനുഷ്യർ ആണ് എല്ലാത്തിനും, മനുഷ്യൻ്റെ ഡിസിഷൻസാണ് അവരുടെ
കാര്യങ്ങളിൽ എല്ലാം എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് നമ്മളെ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ എന്തായാലും ഓരോ സ്ഥലങ്ങളിൽ പോയി വിസിറ്റ് ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് എൻ്റെയും ലക്ഷ്യങ്ങൾ കേട്ടോ. സോ അങ്ങനെ എന്തായാലും ഓരോ റൂമിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അവിടുത്തെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ അതിങ്ങനെ കാഴ്ചയും കണ്ട് ഇങ്ങനെ നടക്കുന്നതിന് എന്താ ഒരു ഹാപ്പിനെസ് തരുന്ന മൂമെൻ്റ് അല്ലേ. സോ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും പിക്ചേഴ്സും എല്ലാം വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില അപൂർവമായിട്ടുള്ള നല്ല കാഴ്ചകളും അല്ലാത്ത കുറേ കാഴ്ചകളും എല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊച്ചി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിനാലേക്ക് ഒന്ന് പോകും കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് എന്താ പറയുക, മനസ്സിനൊരു പീസായിട്ടുള്ള ഒരു സാധനങ്ങളെല്ലാം നമുക്കുണ്ടാവും കേട്ടോ. സോ ഇത് തന്നെയാണല്ലോ ലൈഫിൽ വേണ്ടത്, നമുക്ക് പീസാണ് വേണ്ടത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ അപ്പോൾ മനുഷ്യന്മാർ ഒരുപാട് തരം ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഒരുപാട് സ്വഭാവമായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവർ. പക്ഷേ അതേപോലെയാണ് കേട്ടോ ഈ ഒരു സ്കൾപ്ചേഴ്സും ഈ ഒരു വർക്കും എല്ലാം എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഓരോ കലാകാരന്മാരുടെ ഒരു കയ്യൊപ്പ് അതിലെപ്പോഴും പതിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. സോ അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ബഹുമാനം ഉണ്ടാവും കേട്ടോ. സോ എന്തായാലും കൊള്ളാം. ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നാലോചിങ്ങനെ പോവുകയാണ് കേട്ടോ. സോ ചില സ്ഥലത്തൊക്കെ ഈ പ്രൊജക്ടർ വെച്ചിട്ടുള്ള ചില കാഴ്ചകളുണ്ട് കേട്ടോ. സോ പഴയ കാര്യങ്ങളും നമ്മുടെ നേച്ചറിനെ കുറിച്ചും പിന്നെ അല്ലാതെ ആർട്ടിസ്റ്റ്പരമായിട്ട് ഓരോ കാര്യങ്ങൾ വരയ്ക്കുന്നതിനെയും ഈ ഒരു എല്ലാത്തിനെയും കുറിച്ച് ഇതിൽ പ്രൊജക്റ്റിൽ വെച്ച് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. സോ അത് വേണമെങ്കിൽ നമുക്കവിടെ ഇരിക്കാം, നമുക്കിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കാം, കുറച്ച് വിശ്രമിക്കുകയും ചെയ്യാം. സോ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്ഥലത്ത് പോയി കേട്ടോ. സോ അപ്പം രണ്ടാമത്തെ സ്ഥലത്ത് കുറച്ചൊരു 5 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്, ലൂമിങ് ബോഡീസ് എത്തിയിരിക്കുകയാണ്. സോ ഇവിടെയാണ് നമ്മുടെ അടുത്ത കാഴ്ചകൾ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഓരോ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, മനുഷ്യൻ്റെ സാഹചര്യങ്ങളും മനുഷ്യൻ കടന്നു പോകുന്ന എന്താ പറയുക വ്യത്യസ്തമായ അനുഭവങ്ങളും ഇതെല്ലാം ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൊള്ളാം കേട്ടോ. പണ്ടത്തെ നമ്മൾ കാസറ്റ് വാങ്ങിക്കുന്ന DVD പ്ലെയറിൻ്റെ കാസറ്റ് വാങ്ങിക്കുന്നതാണ് കൊണ്ട് കേട്ടോ. അത്രയും കണക്ക് കാര്യങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. സോ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. സോ അപ്പോൾ ആ ഒരു ഭംഗിയും കാര്യങ്ങളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്നു. കാരണം ദേവികയും ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. സോ എന്തായാലും നല്ല കാഴ്ചകളായിരുന്നു. സോ ആ കാഴ്ചകളിലൂടെ കണ്ടിട്ട് നമ്മൾ പിന്നെയും പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടു കേട്ടോ. സോ ആരോ വരച്ച് വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി പിക്ചർ കേട്ടോ. സോ അത് കണ്ട് ഞാൻ കുറച്ചൊരു സ്ലോ മോഷനൊക്കെ എടുക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടു കേട്ടോ. ഒരുപാട് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കൊച്ചിയിലുണ്ട് കേട്ടോ. സോ അപ്പോൾ അതും കണ്ട് ഇങ്ങനെ നടക്കാമല്ലേ. സോ എന്തായാലും നമ്മുടെ 2 സ്ഥലത്തുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടായിരുന്നു. സോ ഇനി അടുത്ത സ്ഥലത്തിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ ബിനാലെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. സോ അപ്പോൾ 3ാമത്തെ സ്ഥലത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതും നേരത്തെ കണ്ട കാര്യമാണ് കേട്ടോ. പെപ്പർ ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. സോ അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനെ കൂടെയാണ് നമ്മൾ പോയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. സോ അപ്പോൾ ടിക്കറ്റ് എടുത്താലേ നമുക്ക് ഓരോ സ്ഥലത്ത് കയറാൻ പറ്റുള്ളൂ. ഒരു ദിവസം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അത് എത്ര മണിക്കൂറായാലും നമുക്കത് കാണാൻ കിട്ടും. സോ അപ്പോൾ ആ ഒരു കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഞാൻ അടുത്തൊരു ഇതിലോട്ട് കയറി കേട്ടോ. സോ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത് അവരുടെ മാപ്പാണ് കേട്ടോ. ഈ പിന്നാലെ നടക്കുന്ന വേദികളും എല്ലാം ഉള്ള കുറേ ഐറ്റംസാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത് കണ്ടിട്ട് ഇതൊരു വലിയൊരു അപൂർവമായിട്ടുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആ നീല ഐറ്റം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാൻ ഞാൻ അവിടെ വീഡിയോ എടുത്തത് പറഞ്ഞതാണ്. സോ ഇതൊരു ടെലസ്കോപ്പ് കണക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കുറേ മിററൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചയിലോട്ട് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഉള്ളിലുള്ള ഒരുപാട് കാഴ്ചകൾ വേറെയുണ്ട്. സോ അപ്പോൾ എന്തായാലും ഉള്ളിലോട്ട് പോകാം. ഉള്ളിലോട്ട് പോയിട്ട് പല പല കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് അവസാനം താഴോട്ടിറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കാണാൻ കേട്ടോ, കാഴ്ച ഒന്ന് കാണാൻ കേട്ടോ. സോ അപ്പോൾ അവിടെ ഒരുപാടധികം വിദേശികൾ അവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് നല്ലൊരു
റെസ്റ്റോറൻറ്റ് കൂടെയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു കഫറ്റീരിയ പോലെ ഒരു കഫേ പോലുള്ള ഒരു സ്ഥലമാണ് അവിടെ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കഫറ്റീരിയ ആണെന്ന് തോന്നുന്നു. അവിടെ എനിക്ക് തോന്നുന്നൊരു വെസ്റ്റേൺ ഫുഡാണ് അവിടെ കിട്ടുന്നതെന്ന് തോന്നുന്നു കേട്ടോ. സോ അതുകൊണ്ട് അത്രയും എക്സ്പെൻസീവ് ആണ്. സോ അതാണ് ഇത്രയും സായിപ്പ് മദാമയിൽ അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. സോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കഫേ ആണെന്ന് തോന്നുന്നു. സോ അങ്ങനെ എന്തായാലും നമ്മുടെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കണം. സോ അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. സോ ഇതിപ്പോൾ മൂന്നാമത്തെ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ബിനാലെ നടക്കുന്ന മൂന്നാമത്തെ സ്ഥലമാണ്. എനിക്കൊന്നൊരു 10 സ്ഥലത്ത് അടുപ്പിച്ചാണ് ഇതിൻ്റെ കാഴ്ചകളുണ്ട്. സോ അപ്പോൾ നമുക്കിപ്പോൾ അധികം കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കവർ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഞാനിതിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. സോ ഇതൊരു അത്ഭുതമായിട്ടുള്ളൊരു നല്ലൊരു അപൂർവമായ കാഴ്ചയായിട്ട് തോന്നിയിട്ട്. സോ ഇതോടെ ചെന്നപ്പോൾ എല്ലാ സൈഡിലും ലെഫ്റ്റ് സൈഡ്, മുകളിൽ, റൈറ്റ് സൈഡ് ഇതെല്ലാത്തിലും ഇങ്ങനത്തെ ഒരു ഗ്ലാസ് പോലുള്ള ഒരു ഫൈബർ ഐറ്റം, അതായത് ഒരു യെല്ലോ മോഡലുള്ള സാധനം ആണ് കേട്ടോ ഇത്. സോ എനിക്ക് നല്ലൊരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി. പിന്നെ ഞാനും കുറച്ചൊക്കെ സെൽഫി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിയൊക്കെ നോക്കി കേട്ടോ. സോ നല്ല രസമുണ്ട് കേട്ടോ. സോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. സോ എന്തായാലും കുറച്ച് നേരം ഞാനും അവിടെ നിന്നു. പിന്നെ ദേവിക്കും കുറേ ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ നിന്ന് ദേവിക്ക് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തു. പിന്നെ ദേവിക്കും കുറച്ച് വീഡിയോസും വേണമെന്ന് പറഞ്ഞു. സോ അതെല്ലാം എടുത്ത് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നു കേട്ടോ. സോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഇതിൻ്റെ ഒരു കാഴ്ചകൾ കണ്ടില്ലേ, എന്താ രസമല്ലേ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അധികം ആൾക്കാരില്ലെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട് ഇതിനെ വിസിറ്റ് ചെയ്തവർ ഓരോ കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. സോ ഇത് എനിക്ക് ഭയങ്കര അപൂർവമായിട്ട് തോന്നി കേട്ടോ. ഈ ഒരു ആർട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നു വരച്ചെടുക്കാൻ കേട്ടോ. സോ ദേവിക്കൊക്കെ അറിയാം ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് വരച്ചെടുക്കുന്നതിന്. അതിനൊക്കെ ഒരു ഡയമെൻഷനും ലെങ്ത്തും എല്ലാം ഉണ്ട് കേട്ടോ. സോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ക്ലിയർ പിക്ചർ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. സോ അതിലൂടെ തന്നെ കണ്ടില്ല, വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത് ഒരുപാട് വിദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതിൽ പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോർ ദ വേൾഡ് ഈസ് ദ വേൾഡ്, വൈറ്റ് ലൈസ്, നോ ഹിസ്റ്ററീസ് ദാറ്റ് എൻഡ് ഇൻ ലവ്. സോ ഒരുപാട് പിക്ചറുകൾ ഇങ്ങനെ പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ അത് കാണാൻ തന്നെ എന്ത് രസമല്ലേ. ഇത് എന്തായാലും ആ കാഴ്ചകളെല്ലാം കണ്ടു. സോ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് ഇറങ്ങി. സോ അപ്പോൾ അവിടെ വെച്ചിട്ടും എനിക്ക് കുറച്ചൊന്ന് നന്നായിട്ട് സെൽഫി എടുക്കണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുക്കുന്നത് കേട്ടോ. സോ ഇതൊക്കെ കുറച്ച് നല്ല കൗതുകമായിട്ടുള്ള നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ദേവി അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാര പൊക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകണം. സോ നമ്മൾ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും വന്നിട്ടുണ്ട്. സോ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാൻ സമയമായി. സോ ഓരോ സെക്ഷനിലും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ അതെന്താ രസമല്ലേ. സോ ഇതെനിക്കൊരു അപൂർവമായിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നി കേട്ടോ. ചിലർക്ക് കൈയുണ്ട്, ചിലർക്ക് കാലില്ല, ചിലർക്ക് ചെവിയുണ്ട്, ചിലർക്ക് ചെവിയില്ല, ചിലർക്ക് ഒന്നുമില്ലാത്ത സിറ്റുവേഷനിൽ കാണുന്നുണ്ട്, ചിലർക്ക് തലയില്ലാത്ത സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. സോ ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. സോ അതും അവർ നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള അർത്ഥമുണ്ട് കേട്ടോ. സോ തലയില്ല, കാലില്ല, കൈയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥമുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഗഹനമായിട്ട് എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. സോ എന്തായാലും ഒരുപാട് ആൾക്കാരോട് ഉണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു അപൂർവമായിട്ടുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. സോ എന്തായാലും ചിലതൊക്കെ പ്രവർത്തിക്കുന്നതാണ്, കറണ്ടിൽ പ്രവർത്തിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. സോ അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ദേവിയെ ഇങ്ങനെ കുറച്ച് അത്ഭുതത്തോടെ ഓരോ കാര്യങ്ങൾ നോക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. സോ എന്തായാലും ആ മ്യൂസിക് കുറച്ച് നല്ല രസമുള്ളൊരു മ്യൂസിക്കായിരുന്നു. സോ അതും ആസ്വദിച്ച് ഞാൻ പിന്നെ പുറത്തോട്ട് പിന്നെയും അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. സോ ഇതൊക്കെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാവരും ആർട്ട് വരച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഇതെല്ലാം എന്ത് നല്ല രീതിയിലാണ് വരച്ചിരിക്കുന്നതല്ലേ. സോ എന്തായാലും കുറച്ചധികം നേരം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ദേവിക്കും കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു, എനിക്കും കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇത് കുറച്ച് ഇരുണ്ട റൂമിൽ കുറച്ച് വൈറ്റിൽ ആണ് കേട്ടോ, ഒരു ഫ്ലൂറസെൻ്റ് വൈറ്റ് പോലെ ഒക്കെ എനിക്ക് തോന്നി കേട്ടോ. സോ ഇത് എന്ന് പറയുന്നത് ഒരു പഴയ ടൈപ്പ് റൈറ്ററാണ് കേട്ടോ. സോ ആ കാഴ്ചയും ഞാനിങ്ങനെ ഒപ്പിയെടുത്ത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് പണ്ട് ടൈപ്പ് ചെയ്ത് എടുക്കുന്ന സാധനമാണല്ലോ. സോ അത് വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സോ അതെന്തായാലും കൊള്ളാം. സോ എന്തായാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. സോ ഇനി മുകളിൽ നിന്ന് താഴോട്ട് പോകണം. ഇത് ടെലിസ്കോപ്പ് പോലത്തെ ഒരു ഐറ്റമാണ്. അത് ഞാൻ നിങ്ങൾക്ക്
കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. സോ എന്തായാലും മുകളിലത്തെ കാഴ്ചകൾ ഒരുവിധം കഴിയാറായി. സോ അപ്പോൾ ഇതാ തൊട്ടടുത്ത റൂമിൽ എന്തോ ഗേൾസ് എന്തോ ഒരു ഒരു പ്രത്യേകതരം നാടോടികളുടെ ഒരു ചിന്താഗതിയിലൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഇതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. സോ അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ അപ്പോൾ അവിടെ 2-3 പെൺകുട്ടികളിരുന്ന് പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞു കേട്ടോ. സോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത്. സോ അതിൻ്റെ അകത്തുണ്ടായിരുന്ന വേറെ കാഴ്ചകളൂടെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു യാത്ര എന്തായാലും വളരെ മനോഹരമായി കേട്ടോ. സോ ഇതൊരു ടെലസ്കോപ്പിൻ്റെ മാർഗ്ഗത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളൊരു മിററുണ്ട്, ഇതിൻ്റെ അടിയിൽ 2-3 മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ആ മിററിലൂടെ താഴത്തെ മിററിലൂടെ നോക്കുമ്പോൾ ആ മുകളിൽ വെച്ചേക്കുന്നതിൻ്റെ റിഫ്ലക്ഷൻ ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ കൊച്ചിയിലെ കായലിലൂടെ ഒരു ബോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ കാഴ്ച നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പിലൂടെ കാണാൻ കേട്ടോ. സോ അത് വലിയൊരു അപൂർവമായിട്ടുള്ള ഒരു നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ കൊച്ചിയിലെ ഭംഗി നന്നായിട്ട് ആസ്വദിച്ചു. സോ ഇതാണ് എൻ്റെ ഒരു പുതിയ വ്ലോഗായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കൊച്ചിയിലുള്ള ഒരു ബിനാലെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനാണ് ആലോചിച്ചത്. സോ എന്തായാലും ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും അടുത്ത വ്ലോഗിൽ ഞാൻ നല്ല നല്ല പുതിയ കണ്ടൻസുമായിട്ട് വരും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സോ എന്തായാലും ഗൈസ്, ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് ടൈം, ബൈ.